വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ 5ാമത്തെ ഇഷ്യൂ, അതായത് വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്കിന്റെ ഫിനാലെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ ഇഷ്യൂസ് ഒക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാ ഇഷ്യൂസിന്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും മറക്കാതെ ഒന്ന് കണ്ടു നോക്കുക. സോ നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രഭാതം വിരിയുന്നത് വീടിന്റെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് പീറ്റർ റാസ്പുട്ടിനും അദ്ദേഹത്തിന്റെ മകനായ നിക്കോളായ് റാസ്പുട്ടിനും. തന്റെ കൃഷിയെ പറ്റിയും കൃഷിയിടത്തെ പറ്റിയും അവയുടെ പ്രാധാന്യത്തെ പറ്റിയും മാത്രമല്ല ആഹാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയുമെല്ലാം പീറ്റർ റാസ്പുട്ടിൻ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നു. നിക്കോളായ്ക്ക് യാന എന്ന് വിളിപ്പേരുള്ള ഒരു ആന്റി ഉണ്ട്. അവരും പീറ്റർ റാസ്പുട്ടിനും തമ്മിൽ അത്ര യോജിപ്പില്ലെങ്കിലും പീറ്റർ റാസ്പുട്ടിൻ ഒരു ഹീറോ ആയിരുന്നു എന്നാണ് യാന നിക്കോളായിയെ പഠിപ്പിച്ചത്. അതെ, പീറ്റർ റാസ്പുട്ടിൻ ഒരു ഹീറോ ആയിരുന്നു. പീറ്റർ റാസ്പുട്ടിൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. അദ്ദേഹം എക്സ്മെൻ എന്ന ടീമിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായ കൊളോസസ് ആയിരുന്നു. കൊളോസസ് ഒരു ഹീറോ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് പല മോശപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടിയതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഖേദിക്കുന്നുണ്ട്. തന്റെ പഴയ ജീവിതത്തെക്കാൾ ഇപ്പോഴുള്ള ജീവിതമാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്നതെന്നും നിക്കോളായുടെ ഹീറോ ആകുന്നതാണ് തനിക്ക് ഏറെ ഇഷ്ടമെന്നും പീറ്റർ റാസ്പുട്ടിൻ തന്റെ മകനായ നിക്കോളായോട് പറയുന്നു. എല്ലാം കേട്ടിട്ട് നിക്കോളായ് തന്റെ അച്ഛനോട് പറയുവാണ്, അച്ഛാ, നിങ്ങളാണ് എന്നും എന്റെ ഹീറോ എന്ന്. ഈ കാര്യങ്ങളെല്ലാം പീറ്റർ റാസ്പുട്ടിന്റെ ശവക്കുഴിയുടെ പക്കൽ നിന്നുകൊണ്ട് നിക്കോളായ് ഓർക്കുന്നതാണ്. അതന്ന്. എന്നാൽ ഇന്ന് നിക്കോളായ് സേബർ ടൂത്തിനോടൊപ്പമാണ്. ഒമേഗാസിനെ കൊന്ന വോൾവറിന് എല്ലാത്തിന്റെ പിന്നിൽ സേബർ ടൂത്ത് ആണെന്ന് മനസ്സിലായിരിക്കുന്നു. അടുത്തതായി വോൾവറിൻ തന്നെ തീർക്കാനായിട്ടാണ് വരുന്നതെന്ന് സേബർ ടൂത്തിന് അറിയാം. വോൾവറിൻ ഒരു കല്ല് വലിച്ചെറിഞ്ഞ് തന്റെ പക്കൽ പറന്നു നടക്കുന്ന സേബർ ടൂത്തിന്റെ ക്യാമറ ഡ്രോണ് നശിപ്പിച്ചു കളയുന്നു. അവൻ നിന്നെ കണ്ടെത്തുമ്പോൾ അവൻ നന്നായിട്ട് അത്ഭുതപ്പെടുമായിരിക്കുമല്ലേ എന്ന് ഒരാവേശത്തോടെ സേബർ ടൂത്ത് നിക്കോളായോട് പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ന്യൂട്രലൈസർ ലാമ്പ് താഴെ വെച്ചിട്ട് കയ്യിൽ ഞൊട്ടയൊക്കെ ഇട്ട് ക്രീഡ് എന്ന് വിളിച്ചോണ്ട് വോൾവറിൻ സേബർ ടൂത്ത് താമസിക്കുന്ന വീടിന് മുന്നിലെത്തി. നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വരണോ എന്ന് വളരെ ദേഷ്യത്തോടെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ കതവ് പയ്യെ തുറന്ന് നിക്കോളായോടൊപ്പം സേബർ ടൂത്ത് വെളിയിലേക്ക് ഇറങ്ങി. നിക്കോളായിയെ കണ്ടതും വോൾവറിൻ ഒന്ന് അതിശയിക്കുന്നു. കാരണം നിക്കോളായിയെ കാണാൻ അവന്റെ അച്ഛനായ പീറ്റർ റാസ്പുട്ടിനെ പറിച്ചു വെച്ചേക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നിനക്ക് നിന്റെ പോരാട്ടങ്ങൾ പോലും പോരാടാൻ സാധിക്കാത്തത്ര നീ തകർന്നു പോയിരിക്കുന്നു. നീ മറ്റുള്ളവരുടെ നിഴലിലാണ് ജീവിക്കുന്നത്. നിന്നെ ഞാൻ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ഞാൻ വിജയിച്ചിരിക്കുന്നു. എല്ലാം ഇങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെക്കാളും വളരെ ഉയരത്തിലാണ് ഞാൻ. എന്റെ അടിയേറ്റ് അവശനായ വെറും നായയാണ് നീ എന്നൊക്കെ വോൾവറിൻ സേബർ ടൂത്തിനോട് പറയുമ്പോൾ ദേഷ്യത്തോടെ ഗർജിച്ചുകൊണ്ട് സേബർ ടൂത്ത് നിക്കോളായിയോട് താൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. സേബർ ടൂത്തിന്റെ പക്കൽ വോൾവറിനെ ഇല്ലാതാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനെ പറ്റി നിക്കോളായ്ക്ക് നന്നായിട്ട് അറിയാം. സേബർ ടൂത്തിന്റെ നിർദ്ദേശപ്രകാരം നിക്കോളായ് സേബർ ടൂത്തിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് വോൾവറിന് നേരെ ഒറ്റയേറ്. അതിവേഗത്തിൽ പറന്നു വന്ന സേബർ ടൂത്തിനെ വോൾവറിൻ തന്റെ അഡമാന്റിയ ക്ലോസിന്റെ സഹായത്തോടെ വെട്ടി 2 കഷ്ണങ്ങളാക്കി. വോൾവറിന്റെ അഡമാന്റിയ ക്ലോസിൽ നിന്ന് സേബർ ടൂത്തിന്റെ രക്തം ഒഴുകി തുള്ളി തുള്ളിയായിട്ട് മണ്ണിലേക്ക് വീഴുന്നു. തന്റെ ശത്രുക്കളെയെല്ലാം കൊന്നൊടുക്കിയിട്ടും തന്റെ പ്രതികാരം അവസാനിച്ചിട്ടും വോൾവറിന് അതിൽ നിന്ന് ഒരു മനസുഖവും ലഭിക്കുന്നില്ല. വോൾവറിന്റെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങിയിട്ടില്ല. അതൊരിക്കലും ഇനി മാറാനും പോകുന്നില്ല. കാരണം അതൊരിക്കലും ഹീൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു വലിയ മുറിവ് പോലെയാണ്. നീയും അതൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് വോൾവറിൻ കൊളോസസിനോട് പറയുമ്പോൾ എന്റെ മനസ്സിലും ആകെ ഉണ്ടായിരുന്നത് ഇതേ ദേഷ്യമാണ്. അദ്ദേഹം നിന്റെ സുഹൃത്തായിരുന്നു. ഞാൻ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ നീ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ തീർക്കണം, ഇല്ലെങ്കിൽ എനിക്ക് മനസുഖത്തോടെ ഇന്ന് ഉറങ്ങുവാൻ സാധിക്കില്ല എന്നൊക്കെ കൊളോസസ് മറുപടിയായിട്ട് പറയുന്നു. കൊളോസസിന്റെ കയ്യിൽ ഒരു മാജിക്കൽ സോഡ് ഉണ്ട്. കൊളോസസ് ഉറപ്പായിട്ടും വോൾവറിനെ തീർക്കുമെന്നാണ് തോന്നുന്നത്. പീറ്റർ റാസ്പുട്ടിനെ കൊന്നതിൽ വോൾവറിന് സങ്കടമുണ്ട്. ഇനി എത്ര പശ്ചാത്താപം തോന്നിയിട്ടും കാര്യമില്ലല്ലോ. ഇത് ഒരു വിധത്തിൽ മാത്രമേ അവസാനിക്കൂ. ഇവിടെ വയലൻസ് ഉണ്ടാകാം, പെയിൻ ഉണ്ടാകാം, അവസാനം ഒരു മരണവും.
പക്ഷെ എത്ര കൊന്നാലും വീണ്ടും വീണ്ടും ഹീലായിട്ട് നീ തിരിച്ചു വരുമല്ലോ എന്ന് കൊളോസസ് പറയുമ്പോൾ വോൾവറിൻ ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുന്നു. കൊളോസസും വോൾവറിനും തമ്മിലുള്ള പോരാട്ടം ഒരു ഫെയർ ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫോർജ് ഉണ്ടാക്കി കൊടുത്ത മ്യൂട്ടൻസിന്റെ പവേഴ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ന്യൂട്രലൈസർ ലാമ്പ് വോൾവറിൻ തന്റെ ബോഡിയിലേക്ക് തന്നെ അടിക്കുന്നു. കൊളോസസ് തന്റെ മാജിക്കൽ സോഡുമായിട്ട് വോൾവറിനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. വോൾവറിൻ അലറിക്കൊണ്ട് തന്റെ അഡമാന്റിക് ക്ലോസ് ഒക്കെ സജ്ജമാക്കിയിട്ട് കൊളോസസിന് നേരെ പാഞ്ഞടുക്കുമ്പോൾ കൊളോസസ് ആ മാജിക്കൽ സോഡ് നിലത്തെ കാഞ്ഞു കുത്തിയതും വോൾവറിന്റെ ചുറ്റിനും തീ കത്തുകയും ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയുമാണ്. വോൾവറിന് ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ അന്താളിച്ചു പോയ വോൾവറിൻ ആ കുഴിയിലേക്ക് ചെന്ന് വീണു. നല്ല ആഴത്തിലുള്ള കുഴിയാണ്. നല്ല ചൂടും ചുട്ടുപഴുത്ത വോൾക്കാനോസും ഒക്കെയുള്ള ഒരു വലിയ ഗർത്തം. താഴേക്ക് വന്ന് വീണ വോൾവറിന് ചുറ്റും രാക്ഷസന്മാരായ ജീവികൾ. കണ്ടാൽ തന്നെ ഭയം തോന്നിക്കുന്ന രൂപങ്ങളാണ് ആ ജീവികൾക്ക്. വോൾവറിൻ ചെന്ന് വീണത് നരകത്തിലാണ്. അതെ, ഹെല്ലിലാണ്. ഹെല്ലെന്ന് പറയുമ്പോൾ പല തട്ടുകളായിട്ടാണല്ലോ തിരിച്ചേക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ തട്ടായ ലിംബോയിലാണ് വോൾവറിൻ വന്ന് പെട്ടിരിക്കുന്നത്. ഇനി ആ മാജിക്കൽ സോഡിനെ പറ്റി ഒന്ന് പറയാം. അതായത് വോൾവറിൻ നിക്കോളായുടെ അച്ഛനായ പീറ്റർ റാസ്പൂട്ടിനെ കൊന്ന ശേഷം നിക്കോളായിയെ പിന്നീട് വളർത്തിയത് നിക്കോളായുടെ ആന്റിയാണ്. മിക്കവാറും യാന എന്ന ആന്റി ആയിരിക്കാം നിക്കോളായിയെ വളർത്തിയത്. സോ നിക്കോളായുടെ ആന്റിയാണ് ഈ മാജിക്കൽ സോഡ് നിക്കോളായിക്ക് സമ്മാനിച്ചത്. ഈ സോഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മാജിക്കൽ സോഡിന്റെ പേര് മുറാമസ ബ്ലേഡ് എന്നാണ്. ഈ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹെല്ലിൽ വെച്ചിട്ടാണ്. ഈ നരകത്തെ ഞാൻ വെറുക്കുന്നതിനേക്കാളേറെ നിന്നെ ഞാൻ വെറുക്കുന്നെന്ന് പറഞ്ഞിട്ട് വോൾവറിനെ ലക്ഷ്യമാക്കി വാളും വീശി കൊളോസസ് നരകത്തിലേക്ക് ഒറ്റച്ചാട്ടം. നരകത്തിൽ വെച്ചിട്ട് വോൾവറിനും കൊളോസസും അതിഗംഭീരമായ ഒരു പോരാട്ടം നടത്തുകയാണ്. നിക്കോളായി തന്റെ മാജിക്കൽ സോഡിന്റെ സഹായത്തോടെയും വോൾവറിൻ തന്റെ അഡമാന്റിക് ക്ലോസിന്റെ സഹായത്തോടെയും ഏറ്റുമുട്ടി. പോരാട്ടത്തിനിടയിൽ വോൾവറിൻ ഹെല്ലിൽ ജീവിക്കുന്ന ഒരു ജീവിയെ വാലിൽ പിടിച്ച് കറക്കിയെടുത്ത് കൊളോസസിന്റെ ഫേസിലേക്ക് ആഞ്ഞടിക്കുന്നു. ഇവിടെ വോൾവറിൻ പോരാടുന്നത് പീറ്റർ റാസ്പൂട്ടിൻ എന്ന കൊളോസസിന്റെ മകനായ നിക്കോളായി എന്ന കൊളോസസിനോടാണെങ്കിലും സത്യത്തിൽ നിക്കോളായിയെ അല്ല വോൾവറിൻ ഇവിടെ കാണുന്നത്. പകരം തന്റെ സുഹൃത്തായിരുന്ന പീറ്റർ റാസ്പൂട്ടിനെയാണ്. പെട്ടെന്ന് തന്നെ നിക്കോളായി തന്റെ സോഡിന്റെ പിടികൊണ്ട് വോൾവറിന്റെ തലയിലേക്ക് ഒറ്റയടി. എന്നിട്ട് നിക്കോളായി ആ സോഡ് കൊണ്ട് വോൾവറിന്റെ നെഞ്ചിലേക്ക് ഒറ്റ വെട്ടിയതോടെ വോൾവറിൻ നിലത്തേക്ക് വീഴുകയാണ്. താഴേക്ക് വീണ വോൾവറിൻ നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് വേഗം ചെയ്യുന്നും ഞാൻ അത് അർഹിക്കുന്നുണ്ടെന്നും നിക്കോളായിയോട് പറയേണ്ട താമസം. നിക്കോളായി തന്റെ മാജിക്കൽ സോഡ് വോൾവറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. നിക്കോളായി വോൾവറിനെ തോൽപ്പിച്ചിരിക്കുന്നു. തന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം നിക്കോളായി വീട്ടിയിരിക്കുന്നു. നരകത്തിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് എത്തിയതും നിക്കോളായി തന്റെ സാധാരണ മനുഷ്യരൂപത്തിലേക്ക് മാറി. എവിടെയാണോ നരകത്തിലേക്കുള്ള ഗർത്തം ഉണ്ടായത് നിക്കോളായി ഭൂമിയിലേക്ക് തിരികെ കയറിയ ഉടൻ തന്നെ ആ ഗർത്തം അടയുന്നു. നരകത്തിൽ ചത്തുകിടക്കുന്ന വോൾവറിന്റെ ശരീരത്തെ ഭക്ഷണമാക്കാൻ നരകത്തിൽ ജീവിക്കുന്ന ജീവികൾ കൂട്ടത്തോടെ എത്തി. എന്നാൽ എല്ലാത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് വോൾവറിൻ തന്റെ അഡമാന്റിക് ക്ലോസിന്റെ സഹായത്തോടെ ആ ജീവികളെ 2 കഷ്ണങ്ങളാക്കി. തന്റെ നെഞ്ചിൽ തറച്ചു കയറിയ മാജിക്കൽ സോഡ് വോൾവറിൻ ഊരിമാറ്റി. വോൾവറിൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ഫോർജ് ഉണ്ടാക്കി കൊടുത്ത ന്യൂട്രലൈസർ ലാമ്പിന്റെ വെളിച്ചം അടിച്ചിട്ട് പോലും തന്റെ പവേഴ്സ് നഷ്ടപ്പെടുകയോ താൻ മരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വോൾവറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വോൾവറിന് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാരണം നിക്കോളായി തന്റെ അച്ഛന് വേണ്ടിയിട്ട് റിവെഞ്ച് എടുത്തിരിക്കുന്നു. വോൾവറിൻ മരണപ്പെട്ടു എന്ന സന്തോഷത്തില് അവൻ ഇനിയുള്ള കാലം ജീവിക്കാം. വോൾവറിൻ മുന്നോട്ട് നടന്നു പോകുന്തോറും ഒരുപാട് ഡീമൻസ് തന്നെ വളയാൻ ആരംഭിക്കുകയാണ്. വോൾവറിൻ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന സകലമാന ഡീമൻസിനെയും വോൾവറിൻ അഡമാന്റിക് ക്ലോസിന്റെ സഹായത്തോടെ അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ വോൾവറിൻ അവസാനമായിട്ട് എത്തിയത് ഹെല്ലിലെ ലിംബോ ഭരിക്കുന്ന രാജാവായ ഒരു ഡീമന്റെ പക്കലാണ്. വോൾവറിന്റെ അവിടേക്കുള്ള വരവ് കണ്ട ഡീമൻസ് എല്ലാം ഒന്ന് ഞെട്ടിത്തെറിച്ചു. കാരണം വോൾവറിന്റെ ദേഹം മൊത്തം ഡീമൻസിന്റെ ചോരയാണ്. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന വോൾവറിൻ ഡീമൻസിന്റെ രാജാവിനോട് പറയുവാണ്, നീ ഇരിക്കുന്നത് എന്റെ സീറ്റിലാണെന്ന്. ഇതോടെ വോൾവറിൻ റിവെഞ്ച് എന്ന കോമിക്ക് അവസാനിക്കുന്നു. വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലാഗ് വന്നിട്ടുണ്ടെന്ന് അറിയാം. ഒന്നാമത് ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായിരുന്നു. എന്തായാലും അടുത്ത കോമിക്സ് ചെയ്യുമ്പോൾ ഓരോ ഇഷ്യൂസും മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ കോമിക്ക് പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് ഈ കോമിക്ക് ഇനിയും കാണുവാനുണ്ടെന്ന് തോന്നുന്നു. ആരും നമുക്ക് അത്ര സപ്പോർട്ട് തരുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് തരാത്തത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള താമസത്തിന്റെ ഒരു വലിയ ഫാക്ടറാണ്. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ബാക്കി ഇഷ്യൂസും വേഗത്തിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.